ഹായ് ഫ്രണ്ട്സ്, റഷ്യയെക്കുറിച്ചൊരു പുതിയ വീഡിയോ ചെയ്തുകൂടെ എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു പുതിയ വീഡിയോ റഷ്യയെക്കുറിച്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഉക്രൈനുമായിട്ട് യുദ്ധമില്ലായ്മ കരാർ സീഫയർ ഒരു 30 ദിവസത്തേക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോൾ തെളിഞ്ഞു കണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ റഷ്യയിൽ യുദ്ധം കുറച്ച് ദിവസത്തേക്ക് നിന്ന് പോകുന്നതായിട്ട് നമുക്കറിയാം. ഇത് സ്ഥിരമായിട്ട് തന്നെ നിൽക്കുന്നതാണ്. ഒരു 10 വർഷത്തേക്ക് ലോകത്തിൽ സമാധാനം ഉണ്ടാകും. അത് തന്നെയല്ല, ഇനിയിപ്പോൾ യൂറോപ്പിലെ പ്രശ്നങ്ങൾ മൂലമായിരിക്കില്ല ലോകത്തിലൊരു അടുത്ത ഒരു വേൾഡ് വാർ ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് തീർച്ചയായിട്ടും മധ്യപൂർവേഷ്യ പ്രശ്നത്തിൽ തന്നെയാണ് ഇനിയൊരു വേൾഡ് വാർ ഉണ്ടാകുന്നത്. അതൊരു 2035 വേൾഡ് വാർ ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യത തെളിഞ്ഞ് കാണുന്നത്. അപ്പം അതിന് പ്രധാനപ്പെട്ട ഇപ്പോഴത്തെ ഇഷ്യൂ തന്നെയായിരിക്കും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. പാലസ്തീനികളെ അവിടുന്ന് ആഫ്രിക്കയിലേക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നുള്ളത് 100% ഉറപ്പാണ്. കൊണ്ടുപോകുന്ന ആൾക്കാർ വീണ്ടും തിരിച്ചു വരാൻ സമ്മതിക്കത്തില്ല. ഇസ്രായേൽ സമ്മതിക്കത്തില്ല. അവർ തിരിച്ചു വരാനും പോകുന്നില്ല. ആ പ്രദേശമല്ല ഇസ്രായേലിൻ്റെ ക്യാപ്റ്റിവിറ്റിയിലേക്ക് വരുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവരെ തിരിച്ചു കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ അതിശക്തമായിട്ട് മുസ്ലിം രാജ്യങ്ങളെല്ലാവരും ആവശ്യപ്പെടും. റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അവർക്ക് പിന്തുണ കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് അടുത്ത ക്ലാഷ് 2035 ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ കഴിയുമ്പോൾ അത് വളരെ വലിയൊരു യുദ്ധമായിട്ടൊന്നും മാറുമൊന്നുമില്ല. കാരണം റഷ്യൻ സാങ്കേതികവിദ്യയും അമേരിക്ക ഇസ്രായേൽ സാങ്കേതികവിദ്യയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിട്ടായിരിക്കും വരുന്നത്. പക്ഷേ അവിടെ ദയനീയമായിട്ട് റഷ്യൻ സാങ്കേതികവിദ്യ പരാജയപ്പെട്ടു പോകുന്നതായിട്ടാണ് കാണുന്നത്. അതിനുശേഷം റഷ്യ ഒന്നുമല്ല എന്ന് ലോകത്തിന് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയും അതുപോലെ അവരുടെ സഖ്യകക്ഷികളെല്ലാം ചേർന്ന് റഷ്യയെ ന്യൂട്രലൈസ് ചെയ്തു. അതായത് നിരായുധനാക്കുന്ന ഒരു സംവിധാനം അവിടുത്തെ അവരുടെ ഈ പറയുന്ന അണുവായുധങ്ങളെല്ലാം ബലമായിട്ട് റഷ്യയിൽ കയറിയിട്ട് അണുവായുധങ്ങളെല്ലാം നിർവീര്യമാക്കുകയും അവിടുത്തെ ഏകാധിപത്യ ഭരണാധികാരികളെയൊക്കെ മാറ്റിയിട്ട് അവിടെ വീണ്ടും ഒരു നല്ല ജനാധിപത്യ രീതിയിലുള്ള ഒരു ഭരണകൂടം അവിടെ കൊണ്ടുവരുവാനായിട്ടും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഉണ്ടാകാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് ഈ അടുത്ത 10 വർഷത്തേക്ക് നടക്കാനുള്ള സംഭവം. അപ്പോൾ അതുകൊണ്ട് ഇനി അധികം വലിയ ഈ 10 വർഷക്കാലത്തേക്ക് വലിയ യുദ്ധങ്ങൾ ഉണ്ടാകാൻ പോകുന്നില്ല. 10 വർഷക്കാലം എന്ന് പറയുമ്പോൾ ട്രംപിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭരണമൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത് കേട്ടോ.